ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഡേ ആണ് അല്ലേ SCERT കംപ്ലീറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഡേയ്സ് കൂടിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു കമൻസ് കുറേ ഞാൻ വായിക്കുകയുണ്ടായി. ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ നല്ല രീതിയിലുള്ള കുറേ കമൻസ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആധുനിക ഇന്ത്യ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1498. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1498. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ സ്ഥലം കാപ്പാട്, കോഴിക്കോടിലെ കാപ്പാടാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ സ്ഥലം. കാപ്പാട് എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. കാപ്പാട് എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയെ തുടർന്ന് വാണിജ്യത്തിന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരാണ് അൽമേഡ, അൽബുക്കർക്ക്. വാസ്കോ ഡ ഗാമയെ തുടർന്ന് വാണിജ്യത്തിന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ആരൊക്കെയാണ്? അൽമേഡയും അൽബുക്കർക്കുമാണ്. അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗോവ, ദാമൻ, ദിയു എന്നിവയാണ്. കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. കോട്ടപ്പുറം കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരിലാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പപ്പായ, പുകയില, പേരയ്ക്ക, കശുവണ്ടി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പപ്പായ, പുകയില, പേരയ്ക്ക, കശുവണ്ടി. പോർച്ചുഗീസുകാരുടെ മറ്റു സംഭാവനകളാണ് അച്ചടിയന്ത്രം, ചവിട്ടുനാടകം. അച്ചടിയന്ത്രവും ചവിട്ടുനാടകവുമാണ് പോർച്ചുഗീസുകാരുടെ മറ്റു സംഭാവനകൾ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരാണ്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാന്മാർ. ഡച്ചുകാരെ കുറിച്ച് നോക്കാം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമാണ്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയാണ്? കൊച്ചി, കൊല്ലം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയ ഡച്ചുകാരനാണ് വാൻഡീഡ്. ഡച്ചു ഗവർണറാണ് വാൻഡീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻഡീഡാണ്. ആരുടെ സഹായത്തോടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത്? ഇട്ടി അച്യുതൻ വൈദ്യൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ ഇട്ടി അച്യുതൻ വൈദ്യൻ്റെ സഹായത്തോടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത്. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത്. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധമാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. ബ്രിട്ടീഷുകാർ. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിൽ, ഗുജറാത്തിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത് സൂറത്ത്, ഗുജറാത്ത്. ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരി. ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കച്ചവടാധിപത്യം നേരിടാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കച്ചവടാധിപത്യം നേടാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ്. കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം നേടിയ ആദ്യ പ്രദേശമാണ് ബംഗാൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം നേടിയ ആദ്യ പ്രദേശം ബംഗാളാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757.
പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും. സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. മിർ ജാഫർ ആയിരുന്നു സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ബക്സാർ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1764. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ഭരണാധികാരികളാണ് ഷാ ആലം രണ്ടാമനും മുഗൾ ചക്രവർത്തിയാണ് ഷാ ആലം രണ്ടാമൻ. ഷുജാ ഉദ് ദൗള ഔദിലെ നവാബാണ്. ഷുജാ ഉദ് ദൗള ഔദിലെ നവാബാണ്. മിർ കാസിം മുൻ ബംഗാൾ നവാബ്. മിർ കാസിം മുൻ ബംഗാൾ നവാബ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യം മൈസൂരാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മൈസൂരാണ്. മൈസൂർ ഭരിച്ച ശക്തരായ ഭരണാധികാരികളാണ് ഹൈദരലിയും ടിപ്പു സുൽത്താനും. ഹൈദരലിയും ടിപ്പു സുൽത്താനുമാണ് മൈസൂർ ഭരിച്ച ശക്തരായ ഭരണാധികാരികൾ. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിട്ടുള്ളത്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, സത്താറ, ഝാൻസി. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, സത്താറ, ഝാൻസി. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ നമ്മളൊരു കോഡ് ഉപയോഗിക്കാം. ഝാൻസിയുടെ സിത്താർ, ഉദയ് നാഗ് സാമ്പാറാക്കി. അപ്പോൾ ഝാൻസിയുടെ സിത്താർ, ഉദയ് നാഗ് സാമ്പാറാക്കി. ഇപ്പോൾ സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, സത്താറ, ഝാൻസി. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ. കലാപസ്ഥലം, നേതാക്കന്മാർ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ നാനാ സാഹിബ് താന്തിയോ തോപ്പി. കാൺപൂർ നാനാ സാഹിബ് താന്തിയോ തോപ്പി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബീഹാർ കൻവർ സിംഗ്. ബീഹാർ കൻവർ സിംഗ്. മംഗൾ പാണ്ഡെ ജോലി ചെയ്തിരുന്ന സ്ഥലം ബാരക്പൂർ, ബംഗാൾ. ബംഗാളിലെ ബാരക്പൂരിലായിരുന്നു മംഗൾ പാണ്ഡെ ജോലി ചെയ്തിരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമൻ ബഹദൂർ ഷാ സഫറിനെയാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എവിടേക്കാണ്? റങ്കൂണിലേക്കാണ്. റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമം. ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങൾ. ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കി. റൈറ്റ് വാരി വ്യവസ്ഥ
ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. റൈറ്റുവാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ്. മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് റൈറ്റുവാരി. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിടിക്കുന്ന സമ്പ്രദായം റൈറ്റുവാരിയാണ്. ഗ്രാമത്തലവൻ നികുതി പിരിക്കുന്ന സമ്പ്രദായം മഹൽവാരി. ഗ്രാമത്തലവൻ നികുതി പിരിക്കുന്ന സമ്പ്രദായം മഹൽവാരി. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഖോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഖോഡകൾ. വ്യാപകമായി കൃഷി ചെയ്ത വിളകളാണ് വിള പ്രദേശം. നീലം, ബംഗാൾ, ബീഹാർ. നീലം ബംഗാൾ, ബീഹാറിലാണ് കൃഷി ചെയ്തിരുന്നത്. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില അസം, കേരളം. തേയില അസം, കേരളം. ചണം ബംഗാൾ. ചണം ബംഗാൾ. ഗോതമ്പ് പശ്ചിമ ബംഗാൾ. ഗോതമ്പ് പശ്ചിമ ബംഗാൾ. മാപ്പിള കലാപങ്ങൾക്ക് സമാനമായ ബംഗാളിലെ കലാപങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഫറാസി കലാപങ്ങൾ. മാപ്പിള കലാപങ്ങൾക്ക് സമാനമായ ബംഗാളിലെ കലാപങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഫറാസി കലാപങ്ങൾ. റെയിൽവേ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത് ബോംബെ താനയിലേക്കാണ്. ബോംബെയിൽ നിന്നും താനയിലേക്കാണ് ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത്. കേരളത്തിൽ റെയിൽവേ ആരംഭിച്ചത് തിരൂർ ടു ബേപ്പൂരാണ് 1861. പ്രധാനപ്പെട്ട ഗോത്രവർഗക്കാർ. ഭീലുകൾ മറാത്ത. ഭീലുകൾ മറാത്ത. മറാത്തയിലെ ഭീലുകൾ. അഹമ്മദ് നഗറിലെ ഖോലികൾ. ഛോട്ടാ നാഗ്പൂരിലെ ഖോളുകൾ. രാജ്മഹൽ കുന്നുകളിലെ സാന്താൾമാർ. വയനാട് കുറിച്യർ. മറാത്ത ഇപ്പം തന്നെ നമ്മൾ പഠിക്കുക കേട്ടോ. അത് നമ്മൾ പിന്നെ പഠിക്കുക എന്നുള്ളത് വെക്കണ്ട, ഇപ്പം തന്നെ പഠിക്കുക. മറാത്ത ഭീലുകൾ. ഭീലുകൾ മറാത്ത. കോലികൾ അഹമ്മദ് നഗർ. കോലികൾ അഹമ്മദ് നഗർ. കോളുകൾ ഛോട്ടാ നാഗ്പൂർ. കോളുകൾ ഛോട്ടാ നാഗ്പൂർ. സാന്താൾ രാജ്മഹൽ കുന്നുകൾ. സാന്താൾ രാജ്മഹൽ കുന്നുകൾ. കുറിച്യർ വയനാട്. അത് പിന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ 4 ബാക്കി 4 എന്തായാലും പെട്ടെന്ന് പഠിച്ചെടുക്കുക കേട്ടോ. അടുത്തത് നമുക്ക് സാന്താൾ കലാപമാണ് നോക്കാനുള്ളത്. സാന്താൾ കലാപം നടന്ന വർഷം 1855. സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? 1855. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിടയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനെതിരായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധുവും കാനുവുമാണ്. സിദ്ധുവും കാനുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. സാന്താൾമാർ താമസിച്ചിരുന്ന പ്രദേശം രാജ്മഹൽ കുന്നുകൾ. സാന്താൾമാർ താമസിച്ചിരുന്ന പ്രദേശം രാജ്മഹൽ കുന്നുകളാണ്. നീലം കർഷക കലാപം നടന്ന വർഷം 1859. 1859 നീലം കർഷക കലാപം നടന്നത്. സാന്താൾ കലാപം നടന്നത് 1855. കേരളത്തിലെ കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പാണ് പഴശ്ശി സമരങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പാണ് പഴശ്ശി സമരങ്ങൾ. പഴശ്ശി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ യുദ്ധമുറയാണ് ഒളിപ്പോര്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ യുദ്ധമുറ ഒളിപ്പോര്. ഒളിപ്പോരിന് എന്താണ്? ഗറില്ല യുദ്ധം എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. പഴശ്ശിരാജയെ യുദ്ധത്തിന് സഹായിച്ച നേതാക്കളാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയാണ്. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്.
കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്ന വർഷം എന്നാണ് 1921. മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസാണ് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേന. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റാണ് കൊനോലി. കൊനോലിയാണ് മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ്. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1920. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് അലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാഗൺ കൂട്ടംകൊല 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10-നാണ്. 1921 നവംബർ 10-നാണ് വാഗൺ കൂട്ടക്കൊല നടന്നത്. കുറിച്യർ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്രകലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപം നടന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. കുറിച്യർ കലാപം നടന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. 1812-നാണ് കുറിച്യർ കലാപം നടന്നിട്ടുള്ളത്. കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പിയാണ്. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിച്ചു വെക്കുക. കുറിച്യർ കലാപത്തിൻ്റെ സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു TH ബേബർ. കുറിച്യർ കലാപത്തിൻ്റെ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ TH ബേബറാണ്. ഇന്ത്യയിൽ നടന്ന വിവിധ ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം, കോൾ കലാപം, ഗാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. പഹാരിയ കലാപം, കോൾ കലാപം, ഗാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം എന്നിവ ഇന്ത്യയിൽ നടന്ന വിവിധ ഗോത്ര കലാപങ്ങളാണ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. കെ സുരേഷ് സിംഗ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കെ സുരേഷ് സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കോട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിച്ചു വെക്കുക. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. വൈക്കം സത്യാഗ്രഹം 1924. പൊതു ഇടങ്ങളിലെ അയിത്താചാരത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ് അമ്മ എന്ന കഥ. ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ് അമ്മ എന്ന കഥ. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണ്. 1924 നവംബർ 1-നാണ് സവർണജാഥ ആരംഭിച്ചത്. സവർണജാഥ സംഘടിപ്പിച്ചത് വൈക്കം തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ സംഘടിപ്പിച്ചത്.
വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? റാണി സേതു ലക്ഷ്മിബായിക്ക്. റാണി സേതു ലക്ഷ്മിബായിക്കാണ് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചത്. കേരള ഉപ്പു സത്യാഗ്രഹം 1930. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയാണ്? പയ്യന്നൂരും കോഴിക്കോടുമാണ്. പയ്യന്നൂരും കോഴിക്കോടുമാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരിയോട് ആവശ്യപ്പെട്ടത് ഗാന്ധിജിയാണ്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരിയോട് ആവശ്യപ്പെട്ടത് ഗാന്ധിജിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മറ്റു നേതാക്കളാണ് പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ. പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മറ്റു നേതാക്കൾ. കേരള ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 1942. കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. 1942 ഓഗസ്റ്റ് 9-നാണ് കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളാണ് MP നാരായണ മേനോൻ, കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ. ഗാന്ധിജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. 1919 മുതൽ 1947 വരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ചില പുസ്തകങ്ങളിൽ 1917 മുതൽ എന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം അങ്ങനെയുള്ള സത്യാഗ്രഹങ്ങളൊക്കെ 17-ലല്ലേ, അപ്പോൾ അത് മുതൽ ഉള്ളതുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ 19 മുതലാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജി. ഗാന്ധിജിയുടെ സമര രീതിയാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ സമരരീതി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണെന്ന് ചോദിച്ചാൽ സബർമതി ആശ്രമമാണ്. മഹാത്മാ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം. ജനുവരി 30 രക്തസാക്ഷി ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9-നാണ്. 1915 ജനുവരി 9-നാണ് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ചലച്ചിത്ര ദൃശ്യാവിഷ്കാരം ഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരം ഗാന്ധി. ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ ആണ്. ഗാന്ധി സിനിമയുടെ സംവിധാനം റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ 8 ആണ്. ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 8. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരം മേക്കിംഗ് ഓഫ് മഹാത്മാ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരം മേക്കിംഗ് ഓഫ് മഹാത്മാ. മേക്കിംഗ് ഓഫ് മഹാത്മാ സംവിധാനം ചെയ്തത് ശ്യാം ബനഗലാണ്. മേക്കിംഗ് ഓഫ് മഹാത്മാ സംവിധാനം ചെയ്തത് ശ്യാം ബനഗൽ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഗേദ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഗേദ സത്യാഗ്രഹം. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ
കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് TH ബേബറാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് TH ബേബറിൻ്റെ വാക്കുകളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷനാണ്. ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരണ കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളിൽ വെളുപ്പിക്കുന്നു. വില്യം ബെൻഡിക്കിൻ്റെ വാക്കുകളാണ് കേട്ടോ ഇത്. ഇന്ത്യൻ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28-നാണ്. INC രൂപീകരിച്ചത് എന്നാണ് 1885 ഡിസംബർ 28. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയാണ്. തേജുപാൽ സംസ്കൃത കോളേജ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 ആണ്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ പങ്കുവച്ചത് INC ആണ്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് പങ്കുവഹിച്ചത് INC ആണ്. INCയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് AO ഹ്യൂമാണ്. AO ഹ്യൂമാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി കൃത്യമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. WC ബാനർജി. ഇന്ത്യയുടെ ഭരണം സംവിധാനം കുറെ കൂടി കൃത്യമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. WC ബാനർജി. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെ. മിതവാദ ദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. മിതവാദ ദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. തീവ്രദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളാണ് ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. തീവ്രദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. ലാൽ ഭാൽ പാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റായുമാണ്. തീവ്രദേശീയതയുടെ മുഖ്യ നേതാവാണ് ബാലഗംഗാധര തിലക്. തീവ്രദേശീയതയുടെ മുഖ്യ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ് മറാത്തയും കേസരിയും. മറാത്ത, കേസരി, ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ്. സ്വതന്ത്രം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണ്. സ്വതന്ത്രം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലക്. ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടന്നിട്ടുള്ളത്. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വർഷമാണ് 1905. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1905 ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. റിസ്ലയുടെ വാക്കുകളാണ് കേട്ടോ.
ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. റിസ്ലെ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ടാഗോറിൻ്റെ വാക്കുകളാണ് കേട്ടോ അത്. അപ്പോൾ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതും രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ടാഗോർ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം സ്വദേശി പ്രസ്ഥാനമാണ്. 1905. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാളാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച സമരരീതിയാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച സമരരീതിയാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ലക്ഷ്യമിട്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ലക്ഷ്യമിട്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി ഭരണകാലത്ത് ആരംഭിച്ച കമ്പനികളാണ് ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ, ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരപിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരപിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി.ഒ. ചിദംബരപിള്ളയാണ്. 1906 കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നത് വി.ഒ. ചിദംബരപിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നത് വി.ഒ. ചിദംബരപിള്ളയാണ്. അടുത്തത് മുസ്ലിം ലീഗ്. 1906 മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906. മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്കയിലാണ്. മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം എവിടെയാണ്? ധാക്ക. മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവരാണ് ആഘാ ഖാനും നവാബ് സലീമുല്ല ഖാനും. മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവരാണ് ആഘാ ഖാനും നവാബ് സലീമുല്ല ഖാനും. സൂറത്ത് പിളർപ്പ് 1907. സൂറത്ത് പിളർപ്പ് 1907. 1907 കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് സൂറത്തിലാണ്. 1907 കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് സൂറത്തിലാണ്. മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനം സൂറത്ത് സമ്മേളനം. ഹോം റൂൾ പ്രസ്ഥാനം 1916. ഒന്നാം ലോക യുദ്ധകാലത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ് ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബാലഗംഗാധര തിലക്, ആനി ബസന്റ്. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893. 1893 ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം. ലക്നൗ സമ്മേളനം 1916. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടി ലക്നൗ ഉടമ്പടി. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ നീലം കർഷകരുടെ കാഴ്ചപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജു ബാബു കിഷോർ പ്രസാദാണ്. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജു ബാബു കിഷോറാണ്. അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918.
ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ഗാന്ധിജി ആദ്യം നടത്തിയ സമരം ഏതാണെന്ന് ചോദിച്ചാൽ, സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. അപ്പം നിരാഹാരം പ്രത്യേകം ഓർത്തു വെക്കുക. അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. 1918 അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിൻ്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്ലേഗ് ബോണസാണ്. ഖേദ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1918 തന്നെയാണ്. ഖേദ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കാരണം വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയമാണ് ഖേദ സത്യാഗ്രഹത്തിന്റെ പ്രധാന കാരണം. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും വീണ്ടും നികുതി പിരിക്കുന്നതിനുള്ള അധികാരികളുടെ നയമാണ് ഈ ഒരു സത്യാഗ്രഹത്തിന് കാരണമായത്. റൗലറ്റ് നിയമം 1919. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടത് റൗലറ്റ് നിയമമാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങൾ പ്രധാനപ്പെട്ടത് റൗലറ്റ് നിയമമാണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാനുണ്ടായ കാരണം റൗലറ്റ് ആക്ട് ആണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാനുണ്ടായ കാരണം സംഭവം റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1919. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1919. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6-നാണ്. 1919 ഏപ്രിൽ 6-നാണ് റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയവരാണ് സൈഫുദ്ദീൻ കിച്ചലുവും സത്യപാലും. ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചലുവുമാണ് പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയവർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സറാണ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാൻ കാരണം സൈഫുദ്ദീൻ കിച്ചലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൈഫുദ്ദീൻ കിച്ചലുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ്. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. ജനറൽ ഡയർ ആണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി നൽകിയത് ഗാന്ധിജിയാണ്. കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയത് ഗാന്ധിജിയാണ്. സർ പദവി തിരികെ നൽകിയത് ടാഗോറുമാണ്. സർ പദവി തിരികെ നൽകിയത് ടാഗോർ. ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കൽ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നേതൃത്വം നൽകിയ മൈക്കൽ ഒ ഡയറിനെ വധിച്ചത്. മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ച സ്ഥലം ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് കേട്ടോ ഈ ഉദ്ധം സിംഗ് മൈക്കൽ ഒ ഡയറിനെ വധിച്ചത്. ഉദ്ധം സിംഗിൻ്റെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് 1940 ജൂലൈ 31-നാണ്. 1940 ജൂലൈ 31-ന് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 to 1920. തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്നായിരുന്നു. തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്ന പേരിലായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. നിസ്സഹകരണ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം.
ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയവരാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയവരാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയിൽ ആദ്യ പ്രസിഡന്റാണ് ഗാന്ധിജി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഗാന്ധിജിയാണ്. ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ടു 1922. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനും കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനും കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നില്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. അപ്പോൾ അത് ചൗരി ചൗര സംഭവത്തിൽ കാരണമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുള്ളതാണ് പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല എന്ന് കേട്ടോ. സ്വരാജ് പാർട്ടി 1923. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് CR ദാസാണ്. മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 HSRA. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. HSRAയുടെ പ്രധാന നേതാക്കളാണ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. HSRAയുടെ പ്രധാന നേതാക്കളാണ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച പ്രസ്ഥാനമാണ് റിപ്പബ്ലിക്കൻ ആർമി. റിപ്പബ്ലിക്കൻ ആർമിയാണ് സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച പ്രസ്ഥാനം. ലാലാ ലജ്പത് റായിയുടെ ഭരണത്തിന് ഉത്തരവാദിയായ സാൻഡേഴ്സിനെ വധിച്ചത് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ചേർന്നിട്ടാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരാണ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് ഉത്തരവാദിയായ സാൻഡേഴ്സിനെ വധിച്ചത്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമാണ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത്. വിപ്ലവ പ്രസ്ഥാനങ്ങൾ നേതാക്കൾ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. രണ്ടിലും ധ ഉണ്ട് അല്ലേ. അപ്പോൾ ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കർ.
ലാഹോർ സമ്മേളനം 1929. 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വരുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലാഹോർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ലാഹോറാണ്. സിവിൽ നിയമലംഘനം 1930. നിയമലംഘന സമരത്തിൽ സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഉപ്പാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതാണ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഉപ്പ് സത്യാഗ്രഹം 1930. നിയമലംഘനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. നിയമലംഘനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലമാണ് സബർമതി ആശ്രമം. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 78 ആണ്. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 78. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. ഏപ്രിൽ 6-നാണ് ഉപ്പ് നിയമം ലംഘിച്ചത്. 1930. ദണ്ഡി യാത്രയിലെ മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ദണ്ഡി യാത്രയിലെ മലയാളികൾ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത നേതാക്കളാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത നേതാക്കളാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ് കേരളം, പയ്യന്നൂർ, തമിഴ്നാട് വേദാരണ്യം, മഹാരാഷ്ട്ര ബോംബെ, ബംഗാൾ നവഗാലി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളായ മണിപ്പൂർ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിയമലംഘന സമരത്തിൽ പങ്കാളിയായത് റാണി ഗേഡിലിയു ആണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശമായ മണിപ്പൂർ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിയമലംഘന സമരത്തിൻ്റെ പങ്കാളിയായത് റാണി ഗേഡിലിയു ആണ്. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗേഡിലിയുവിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗേഡിലിയുവിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. വട്ടമേശ സമ്മേളനങ്ങൾ 1930 മുതൽ 1932 വരെ. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത വർഷങ്ങളാണ് 1930, 31, 32. വട്ടമേശ സമ്മേളനങ്ങളിൽ വിളിച്ചു ചേർത്ത സ്ഥലമാണ് ജെയിംസ് പാലസ്, ലണ്ടൻ. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ജെയിംസ് പാലസ്, ലണ്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി ആകെ ഒരു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവാണ് BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവാണ് BR അംബേദ്കർ. പൂന കരാർ 1932. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് അംബേദ്കർ. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ അംബേദ്കർ ആണ്. അധസ്ഥിതരെ
പ്രത്യേക രാഷ്ട്ര വിഭാഗമാക്കി പരിഗണിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജിയാണ്. അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്ര വിഭാഗമായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജി. പൂന കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയാണ്? അംബേദ്കറും ഗാന്ധിജിയും. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവരാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബോംബെ സമ്മേളനത്തിൽ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം 1942. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം ബോംബെ സമ്മേളനം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമര ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്ന ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. പൂനെയിലുള്ള ആഗാഖാൻ കൊട്ടാരത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്ന ജയിൽ. ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22. 1944 ഫെബ്രുവരി 22 ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്കാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി INA. റാഷ് ബിഹാരി ബോസിൽ നിന്നും INAയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും INAയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര സമരത്തിനായുള്ള ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലമാണ് സിംഗപ്പൂർ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലം സിംഗപ്പൂർ. INAയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. INAയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെൻറ്റ്. INAയുടെ വനിതാ വിഭാഗം മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഇംഫാൽ. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഇംഫാൽ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യൻ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ വാഞ്ചി അയ്യരാണ്. വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ. 1911 ജൂലൈ 17 വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്നത് റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉയർത്തി എന്ന് പറഞ്ഞത് മാഡം ഭിക്കാജി ഗാമയാണ്.
ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തിൻ്റെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവ്. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വിദേശി. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രസ്ഥാനം രൂപം കൊണ്ടത് 1920. IETUC-ക്ക് നേതൃത്വം നൽകിയവരാണ് NM ജോഷി, ലാലാ ലജ്പത് റായ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് നേതൃത്വം നൽകിയവരാണ് NM ജോഷി, ലാലാ ലജ്പത് റായ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനമാണ് അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനം, ബോംബെയിൽ. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളും: തേബാഗ സമരം ബംഗാൾ, തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക സമരം ബോംബെ. മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനവേദി ലാഹോർ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മുഹമ്മദ് അലി ജിന്ന. 1940 ലാഹോർ സമ്മേളനം. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ്. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന സർവേന്ത്യ മുസ്ലിം ലീഗ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട സംഘടനയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ്. സ്വാതന്ത്ര്യത്തിലേക്ക്. ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ലേബർ പാർട്ടി. ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്ക് ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പാസാക്കിയത് 1947 ജൂലൈ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ. നാട്ടുരാജ്യ സംയോജനം. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പാട്ടീൽ നിയമിച്ചത് VP മേനോനെയാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. വിഭജനകാലത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സിനിമകളാണ് മേഘേ ധാക്കധാര, ഋത്തിക് ഘട്ടക്, ഗരം ഹവ, MS സത്യോ, തമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്സ്. VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. പാട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. VP മേനോൻ ഒറീസയിലെ ഗവർണറായത് 1952. VP മേനോൻ്റെ കൃതികളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, രാജ്യം അധിനിവേശ പ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഫ്രാൻസ് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവൻ, ദാമൻ, ദിയു. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഭരണഘടനാ രൂപീകരണവും ആദ്യ തെരഞ്ഞെടുപ്പും. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം 1946. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം. കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി നിരാഹാര സത്യാഗ്രഹത്തെ തുടർന്ന് മരണത്തെ സ്വാതന്ത്ര്യ
സമരസേനാനിയാണ് പോറ്റി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം 1953. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് HN കുൻസ്രു, കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാനാണ് ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാനാണ് ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ മറ്റു അംഗങ്ങളാണ് TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖും ആസൂത്രണ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ. പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം 1951. ഇന്ത്യയുടെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ: ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം സോവിയറ്റ് യൂണിയൻ. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ, SN ഭട്നഗർ. സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങളാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷൻ എന്നീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയാണ്. ബഹിരാകാശ ഗവേഷണം. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകൃതമായ വർഷം ISRO 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യ ആദ്യമായി വിക്ഷേപണ ഉപഗ്രഹം ആര്യഭട്ട 1975. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചാന്ദ്ര പരീക്ഷണ ദൗത്യം ചന്ദ്രയാൻ. ചന്ദ്രയാന് തുടക്കം കുറിച്ചത് 2008 ഒക്ടോബർ 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യം മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവരുടെ ശില്പി വിക്രം സാരാഭായ്. SLV-3 PSLV വികസിപ്പിച്ച ഗവേഷകനായ മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. മിസൈൽ ഓഫ് മാൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസം. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം 2009. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. 1979. കമ്മീഷനുകളും ലക്ഷ്യങ്ങളും ശുപാർശകളും. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരണം. ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
നന്നായിട്ട് പഠിക്കുക. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിരിക്കും നാളെ ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. നമസ്കാരം.